രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. രാഹുലിന് സംരക്ഷണം ഒരുക്കില്ലെന്ന് നേതാക്കൾ. രാഹുലിനെ പിന്തുണയ്ക്കുന്ന അടൂർ പ്രകാശിന്റെ നിലപാടിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. KPCC നടപടി പരസ്യമായി ചോദ്യം ചെയ്യുന്നത് അച്ചടക്ക ലംഘനമെന്നുമാണ് വിമർശനം. വിവരങ്ങളുമായി TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, കോൺഗ്രസിനകത്തു തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തട്ടുകളായി ഭിന്നാഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായി. ഇതിപ്പോൾ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്? രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവടക്കം ഈ വിഷയത്തിൽ കടുപ്പിക്കുമ്പോൾ രാഹുലിന് വേണ്ടി വാദിക്കുന്നത് ആരാണ്? ഇവർക്ക് വിഷയം ബോധ്യപ്പെടാത്തതാണോ? ഈ പാർട്ടിയുടെ തന്നെ മൊത്തത്തിലുള്ള നിലപാട് എന്താണ്? TV പ്രസാദ്. റോഷ്നി, കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനത്തുള്ളവരിൽ ഏറ്റവും പ്രധാനികളാണ് വി.ഡി. സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും. ഇവർക്ക് രണ്ടുപേർക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് രണ്ടുപേരും സ്വീകരിക്കുന്നില്ല. അതായത് കർശന നടപടി സ്വീകരിക്കണം, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടിൽ തന്നെയാണ് രണ്ട് നേതാക്കളും ഉള്ളത്. പക്ഷേ അതിനിടയിലാണ് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരുന്നത്. ഒപ്പം മുൻ UDF കൺവീനറും അതുപോലെ മുതിർന്ന കോൺഗ്രസിന്റെ നേതാവുമായ MM ഹസനും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാടുമായി മുന്നോട്ടേക്ക് വരികയാണ്. കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. വലിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും അടൂർ പ്രകാശിനെ പോലെ MM ഹസനെ പോലെയുള്ള ചില നേതാക്കളുടെ പിന്തുണ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ തുടക്കം മുതൽ തന്നെ വി.ഡി. സതീശൻ തയ്യാറായതുമാണ്. അതിൻ്റെ ഒരു നീരസം ഇപ്പോൾ ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും വി.ഡി. സതീശനോട് ഉണ്ട് താനും. ഒപ്പം മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ തുടരുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഒരു സംസാരം പാർട്ടിയുടെ മുകൾ തട്ടിലില്ല എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് നേതാക്കളെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇപ്പോഴും സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് സമീപകാലത്ത് കോൺഗ്രസ് പാർട്ടിയെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു നേതാവായി, ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി എന്ന വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിനുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണത്തിൽ പെട്ടിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് സർക്കാരിനെതിരെ അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം UDFന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിന് അതിൽ നിന്ന് മോചിതരാവാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പ്രതിരോധത്തിലാവുകയാണ് പലപ്പോഴും കോൺഗ്രസ് പാർട്ടി. അതിനു വേണ്ടി വളം വെച്ച് കൊടുക്കുന്ന ചില നേതാക്കളെങ്കിലും കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ് ചില നേതാക്കൾ വിശ്വസിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നു വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. റോഷ്നി.